മുണ്ടക്കി ചുരുൾമല ദുരിതബാധിതർക്കായി പിരിച്ച പണം മുഖ്യ കോൺഗ്രസിനെതിരെ വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആപ്പ് ഉപയോഗിച്ച് പിരിച്ചത് 150 കോടിയോളം രൂപയാണ്. എന്നാൽ ഈ പണം ഏത് അക്കൗണ്ടിലാണെന്ന് ഇന്നും വ്യക്തമാക്കുവാൻ മനസ്സില്ലാതെ മുഖം തിരിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. സാലി മുഹമ്മദ് കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായിട്ട്. സാലി, ഈ ഒരു കോൺഗ്രസ് കാണിക്കുന്ന ഈ വയനാട് ദുരിതബാധിതരോട് പോലും അവർ കാണിക്കുന്ന ക്രൂരത, അതിനെതിരെയുള്ള പ്രതിഷേധം കുറെ അധികം ദിവസങ്ങളായി കേരളത്തിലുടനീളം ഉയർന്നു വരികയാണ്. ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്, ഇടതുപക്ഷം പിരിച്ച പൈസയുടെ കണക്ക് വരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങളിത് കാണിച്ചു, ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ആ തുകയുടെ കണക്ക് കാണിക്കുന്നില്ല, ആ തുക എവിടെയെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പൊതുസമൂഹത്തിനൊരു ഉത്തരം നൽകുന്നില്ല? ഈ ചോദ്യം ഇങ്ങനെ വളരെ വലിയ തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട വഴി UDF നേതൃത്വം ഇന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നത്? സിന്ധൂരി, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന കണക്ക് അവർ പിരിച്ചെടുത്ത തുകയുടെ വലിപ്പം സംബന്ധിച്ചൊരു ഏകദേശ രൂപമാണ്. 150 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിനൊരു കാരണമുണ്ട് ആ കണക്ക് ഇപ്പോൾ പുറത്തു വരാൻ. അതായത് നമുക്കറിയാം, ഇത് പുറത്തു വലിയ വിവാദമായി. വാർത്താ സമ്മേളനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നിശബ്ദരായിരിക്കേണ്ടി വന്നു. അതിലൊരു തരത്തിലും ഒരു വിശദീകരണം നൽകാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര കോടി പിരിച്ചു, ഏത് അക്കൗണ്ടിലാണ് പണം എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അതിലൊരു കൃത്യതയോടെയുള്ളൊരു വിശദീകരണമോ മറുപടിയോ നൽകാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിഞ്ഞിരുന്നില്ല. അതാണ് കോൺഗ്രസിനുള്ളിൽ ചില അസ്വസ്ഥതകൾക്ക് വഴിവെച്ചത്. അപ്പം ഈ നേതൃത്വത്തോട് അഭിപ്രായ ഭിന്നതയുള്ള, അല്ലെങ്കിൽ ഈ പിരിച്ച പണം മുക്കിയതിനോട് അഭിപ്രായ ഭിന്നതയുള്ള കുറച്ച് നേതാക്കൾ ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക് പരസ്പരം ശേഖരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചില കോൺഗ്രസ് നേതാക്കളുടെ കൈവശമുണ്ട്. അതാണ് മാധ്യമങ്ങളുടെ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് 150 കോടി വരും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് 150 കോടിയുടെ വലിപ്പം എന്ന് അവർ തന്നെ ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, അത് ബൂത്ത് തലം മുതൽ KPCC നേതൃതലം വരെയുള്ള ആളുകൾ നേരിട്ടിറങ്ങിയാണ് പബ്ലിക്കിനോട് പണം പിരിച്ചത്. അതപ്പോൾ ബൂത്ത് മുതൽ ഏറ്റവും മുകളിലുള്ള, അപ്പോൾ ഏറ്റവും ചെറിയ തുക മുതൽ ലക്ഷങ്ങൾ വരെ ആളുകളിൽ നിന്ന് സമാഹരിക്കാൻ നേതൃത്വം നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ വലിയ തുക വരും. നമുക്കറിയാം, മുസ്ലിം ലീഗ് താരതമ്യേന കോൺഗ്രസിനെ അപേക്ഷിച്ച് ചെറിയ പാർട്ടിയാണ്. 40 കോടി രൂപ പിരിച്ചു അവർ വീട് നിർമ്മാണം പൂർത്തിയാക്കി വരുന്നു. പക്ഷേ കോൺഗ്രസ് അതിനേക്കാൾ വലിപ്പമുള്ള പാർട്ടിയാണ്, വലിയ പാർട്ടിയാണ്, കേരളത്തിലാകമാനം വേരുകളുള്ള പാർട്ടിയാണ് ലീഗിനെ അപേക്ഷിച്ച്. അപ്പോൾ അത്തരം ഒരു പാർട്ടി പണം പിരിക്കുക സ്വാഭാവികമായും ലീഗ് പിരിച്ചതിൻ്റെ 10 മടങ്ങ് വരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അതും ബൂത്ത് തലം മുതൽ KPCC നേതൃതലം വരെയുള്ളവർ നേരിട്ടിറങ്ങി പണസമാഹരണം നടത്തിയൊരു കേസാണ്. അതൊരു വഴി. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ജീവനക്കാരും സർവീസ് സംഘടനാ പ്രവർത്തകരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും മറ്റുമാണ് വ്യാപകമായി പണം നൽകിയിരുന്നത്. പക്ഷേ കോൺഗ്രസ് അനുകൂല, പ്രതിപക്ഷ അനുകൂല സർവീസ് സംഘടനയുടെ പ്രവർത്തകർ സംഘടിതമായൊരു തീരുമാനമെടുത്തിരുന്നു. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടതില്ല, പകരം മറ്റേതെങ്കിലും വഴിയിലൂടെ എത്തിക്കുക. അങ്ങനെ അവർ തിരഞ്ഞെടുത്ത വഴി കോൺഗ്രസിൻ്റേതായിരുന്നു. ഈ പ്രതിപക്ഷാനുകൂല സർവീസ് സംഘടനാ പ്രവർത്തകർ പലരും അവരുടെ മാസശമ്പളത്തിൻ്റെ പകുതിയോളം ഒക്കെയാണ് കൊടുത്തത്. അത് തന്നെ കോടിക്കണക്കിന് രൂപ വരും. അങ്ങനെ കൊടുത്ത ചിലർ 1 ദിവസത്തെ ശമ്പളം കൊടുത്തു, ചിലർ 10 ദിവസത്തെ ശമ്പളം കൊടുത്തു എന്നൊക്കെയാണ് NGO അസോസിയേഷൻ നേതാക്കൾ തന്നെ പരസ്പരം സമ്മതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തുക എല്ലാം കൂടി സമാഹരിച്ച് ഈ ആപ്പിലേക്ക്, ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് സർവീസ് സംഘടനാ പ്രവർത്തകർ ചെയ്തത്. അതിനേക്കാൾ വലിയ തുക പിരിച്ചത് വിദേശത്ത് നിന്നാണ്. ഇപ്പം ഓവർസീസ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന കുറേ കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനകളുണ്ട്. ഏറ്റവും വലിയ പണപ്പിരിവ് നടന്ന മേഖല നമ്മുടെ പശ്ചിമേഷ്യൻ ഗൾഫ് മേഖലയാണ്. ഗൾഫ് മലയാളികൾക്ക്, ഈ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളൊരു പ്രദേശം എന്ന നിലയ്ക്ക് ഗൾഫിൽ നിന്നും പിന്നെ അമേരിക്കയിലുള്ള മലയാളികളിൽ നിന്നും ഒക്കെ വലിയ തോതിൽ ധനസമാഹരണം നടത്തി എന്നാണ് ആ സംഘടനയുടെ പ്രവർത്തകർ തന്നെ ഈ നേതാക്കളുമായി സംസാരിച്ച് ശേഖരിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പം ഇതൊരു ചെറിയ തുകയല്ല എന്ന് പറയാൻ കാരണം അതുതന്നെയാണ്. ഇതെല്ലാം ക്രോഡീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന കണക്കാണ് 150 കോടി എന്ന് പറയുന്നത്. അപ്പോൾ 150 കോടി പിരിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസിൽ നിന്ന് അനൗദ്യോഗികമായി പിരിച്ച കണക്ക്. ഇനി അതിനപ്പുറത്തേക്ക് എത്ര രൂപ ഉണ്ട് എന്നതിന് ഉയർന്ന തുക, അതിലും ഉയർന്ന തുക വന്നേക്കാം. കാരണം ഈ അഭിപ്രായ ഭിന്നതയുള്ള ആളുകൾ സമാഹരിച്ചൊരു കണക്ക് മാത്രമാണ്. ഔദ്യോഗിക കണക്ക് എത്ര വലുതാണെന്ന് നമുക്ക് അറിയത്തു പോലുമില്ല. അപ്പോൾ അങ്ങനെ സമാഹരിച്ച് 150 കോടി വരും. ആ കണക്ക് ആണ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഈ പണം എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു? ഒരു ഉത്തരവും ആർക്കും ഇല്ല, അത് ആർക്കും അറിയത്തുമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ആരും ഒരു നേതാക്കളും അറിയുന്നില്ല. ആകെ KPCC അധ്യക്ഷൻ VD സതീശൻ തുടങ്ങിയ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പണത്തിൻ്റെ വിവരങ്ങൾ കൃത്യതയോടെ അറിയൂ. ഇതറിയാതിരിക്കാനാണ്. ഇത് നമുക്ക് ഓർമ്മയുണ്ട്, ഈ പണപ്പിരിവ് പ്രഖ്യാപിച്ചുകൊണ്ട് KPCC അധ്യക്ഷന് അന്ന് കെ സുധാകരനാണ്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുതാര്യമായിരിക്കും ഞങ്ങളുടെ ഇടപാട്, അതെല്ലാം ഒരു ആപ്പ് മുഖേനയാണ്. ആ ആപ്പിൽ കയറി ആർക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കാം, ഇപ്പോൾ എത്ര രൂപ വന്നു, അരമണിക്കൂർ കഴിയുമ്പോൾ നോക്കാം ഇപ്പോൾ എത്ര രൂപ വന്നു, ഞങ്ങൾ പിരിവ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ എത്ര രൂപ വന്നു, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം അത്രമേൽ സുതാര്യമായിട്ടായിരിക്കും ഞങ്ങളുടെ ഇടപാട്. ഇപ്പോൾ ആപ്പും ഇല്ല ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. എത്ര രൂപ പിരിച്ചു എന്ന് അവർ പറയുന്നുമില്ല. ഈ പണം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ പിരിച്ച പണം സംബന്ധിച്ച് സ്വന്തം രണ്ടുപേരുടെയും കൂടെ ചേർത്തുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴൊരു പ്രതിസന്ധിയുണ്ട്. ഈ രണ്ടുപേരെയും കൂടെ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ആ അക്കൗണ്ട് പൊതു അക്കൗണ്ടാണെങ്കിൽ പോലും അത് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന സ്വത്ത് വിവരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതാണ് ചട്ടം, തെരഞ്ഞെടുപ്പ് ചട്ടം അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിപരമായ അക്കൗണ്ടിൽ ഉള്ള എല്ലാ വിവരങ്ങളും അത് ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഞാൻ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ അങ്ങനെ സണ്ണി ജോസഫിൻ്റെ നാമനിർദ്ദേശ പത്രികയിലില്ല, വി ഡി സതീശൻ്റെ നാമനിർദ്ദേശ പത്രികയില്ല. അപ്പം ഈ പണം എവിടെയെന്നോ എത്ര പിരിച്ചെന്നോ ഒന്നും പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ, അഭിപ്രായ ഭിന്നതയുള്ള കോൺഗ്രസ് നേതാക്കൾ സമാന്തരമായി ഇങ്ങനെ ഒരു ശ്രമം നടത്തി പിരിച്ച തുകയുടെ കണക്ക് ശേഖരിച്ചത്. അതാണ് 150 കോടി. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 1 രൂപ പോലും